ഹായ് ഗായ്സ്. ഞാൻ ഇന്ന് ഫെയിലിയേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. വൺ ഓഫ് ദ കോട്ടല്ല വൺ ഓഫ് ദ വേർഡ് ഫ്രം ബ്രൂസ്ലി, ലേൺ ടു ഫെയിൽ. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്, ലേൺ ടു ഫെയിൽ എന്നുള്ള. ആളെന്താ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോഴും, ഞാൻ എപ്പോഴും ഈ വലിയ വലിയ മനുഷ്യന്മാർ ഓരോ തത്വം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, വൈ ദേ ആർ ടെല്ലിങ് ലൈക്ക്. കാരണം മിക്കവാറും അതൊരു നെഗറ്റീവ് പോലത്തെ ഒരു ഫീലിംഗ് വരും. ഓക്കെ, ലേൺ ടു ഫെയിൽ എന്ന് എല്ലാവരും ജയിക്കാനാണ് പറയുക, ഇയാളെന്താ ലേൺ ടു ഫെയിൽ എന്ന് പറയാം, തോൽക്കാൻ എന്തിനാണ് പറയണത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരുപാട് കാലമായിട്ട് എന്തിനാണ് ഇയാളിങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ വൺ ഓഫ് ദി തിങ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന രീതിയിലാണ് ഞാൻ ഇത് ഷെയർ ചെയ്യണത്. ഓക്കെ, ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തൊരു സിറ്റുവേഷനാണ് അല്ലേ. നമുക്കൊരു ഉദ്ദേശം ഉണ്ടാകും, അത് നടക്കാത്തതിനെ നമ്മൾ ബേസിക്കലി ഡിഫൈൻ ചെയ്യുന്നതാണ് ഫെയിലിയർ എന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈഫിൽ മെജോറിറ്റി സിറ്റുവേഷൻ നമ്മൾ ഫെയിലിയറിലായിരിക്കും. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫെയിലിയറാണോ? അല്ല. കാരണം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതേ കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യണം എത്രയോ പേര് അതേ സെയിം ടൈമിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ചാൻസ് ഓഫ് സക്സസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു കാര്യം സക്സീഡ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവും നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തുടരെ ജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒരു ഫെയിലിയർ ഫേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതേ ഉദ്ദേശിക്കുന്ന ആൾ കാര്യം സംഭവിക്കാതെ വരുമ്പോൾ അയാൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ ഇട്ടിട്ട് ഓടും. ഓക്കെ, അയ്യോ പറ്റിയില്ല. അപ്പോൾ സ്ഥിരമായി ടോപ്പിൽ നിന്ന വ്യക്തിക്ക് ഒരു താഴേക്ക് വന്നതിന് അയാൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അയാൾ എപ്പോഴും ജയിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, ജയിച്ച വ്യക്തിക്ക് തോൽവി വരുന്ന സമയത്ത് പറ്റില്ല. ഓക്കെ, പക്ഷെ തോൽവി എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം മെജോറിറ്റി സിറ്റുവേഷനിൽ നമ്മൾ ഫെയിലിയറിലേക്ക് നിൽക്കുക. സക്സസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം വർക്കൗട്ട് ചെയ്ത് വരിക പറഞ്ഞത് വളരെ കുറച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിലും അത് സംഭവിക്കില്ല. അത് ചിലപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഒട്ടും ഉദ്ദേശിക്കാത്ത ഒരു ടൈമിലാണ് സംഭവിക്കുന്നത്. ഞാൻ പല കാര്യങ്ങളും മുമ്പ് എപ്പോഴോ പല കാര്യങ്ങളും ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കണം. അന്ന് ഞാൻ ഇത് ആഗ്രഹിച്ചിട്ടുണ്ട്, അന്ന് ഇതൊന്നും സംഭവിച്ചില്ല, എന്ത് ഇപ്പോൾ സംഭവിക്കണം. ഇപ്പം ഞാൻ പക്ഷേ ആ ഒരു ഇതിലേ ആയിരിക്കില്ല, പക്ഷേ ഇപ്പോൾ അത് സംഭവിക്കണം. ഓക്കെ, അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തും സംഭവിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയും സംഭവിക്കില്ല. ഓക്കെ, പിന്നെ അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒരേ കാര്യത്തിന് വേണ്ടി മെജോറിറ്റി പീപ്പിൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഒരേ പൊസിഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആ സമയത്ത് ചിലപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ 10 പേര് ആ കുട്ടിയെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാൻസ് ഓഫ് സക്സസ് 10% ഓൺ എ പ്രൊബബിലിറ്റി. ഓക്കെ, ചാൻസ് ഓഫ് ഫെയിലിയർ 90% ആണ്. ഓക്കെ, ഞാൻ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ജയിക്കാനുള്ള സാധ്യത 10% ഉള്ളൂ. അപ്പോൾ മെജോറിറ്റിയും ഫെയിലിയറിലാണ്. അപ്പോൾ നമ്മൾ മെജോറിറ്റി സിറ്റുവേഷനിൽ തോൽക്കും, അതൊരു കോമൺ തിങ് ആണ്. തോൽക്കുക എന്നുള്ളൊരു കോമൺ തിങ് ആണ്, അതൊരു എക്സെപ്ഷണൽ തിങ് ഒന്നല്ല. കാരണം എന്ത് കാര്യം ചെയ്താലും മെജോറിറ്റി നമ്മൾ തോൽക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ വൺസ് തോൽക്കുക എന്നുള്ളത് നമുക്കൊരു നെഗറ്റീവ് അനുഭവമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോവില്ല. ഓക്കെ, തോൽക്കുക എന്നുള്ളൊരു കോമൺ തിങ് ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യം വർക്കൗട്ട് ആകാതെ എന്നുള്ളതാകുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാതാകുക, ഇതൊക്കെ ഒരു കോമൺ തിങ് ആണ്. കാരണം എന്താ, ഒരു കാര്യത്തിന് വേണ്ടി മെജോറിറ്റി പീപ്പിളും എല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ കോമ്പീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മികച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് അത് സംഭവിക്കുക. ഞാൻ എപ്പോഴും എന്നോട് തന്നെ പറയുന്ന ഒരു സിറ്റുവേഷനാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ എന്നോട് പറയാറുള്ളത്, ഇപ്പോൾ മറ്റൊരു വ്യക്തിയുടെ ടൈമാണ്, അത് അയാൾ എൻജോയ് ചെയ്തോട്ടെ, എൻ്റെ ടൈം വരും, ആ സമയത്ത് ഞാൻ എൻജോയ് ചെയ്യും. ഓക്കെ, എനിക്കങ്ങനെ തോറ്റു എന്നുള്ള എൻ്റെ ഫീലിനേക്കാൾ ഇത് എൻ്റെ ടൈമല്ല എന്ന റിയലൈസിങ് മാത്രം. ദിസ് ഇസ് നോട്ട് മൈ ടൈം. ഇപ്പം മറ്റൊരു വ്യക്തിയുടെ ടൈമാണ്, ആ വ്യക്തി എൻജോയ് ചെയ്യട്ടെ, എൻ്റെ ടൈം വരും, ആ സമയത്ത് ഞാൻ ചെയ്യും. പക്ഷേ നമുക്ക് എൻ്റെ ടൈം വരും പറഞ്ഞിട്ട് മിണ്ടാണ്ടി വന്നാൽ മതിയോ? ഓക്കെ, ഇല്ല, നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, കാരണം ബേസിക്കലി സക്സസ് ആണ് എല്ലാ വ്യക്തികളും പരിശ്രമിക്കാൻ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്ന പോലെ സംഭവിക്കുമ്പോൾ അവർ തുടരെ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, തുടരെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സംഭവിക്കില്ല പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് മോട്ടിവേഷൻ വരും. കാരണം ഔട്ട്കം വരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്കത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മുടെ ശരീരത്തിൽ എനർജി ജനറേറ്റ് ചെയ്യില്ല. അതിന് നമ്മൾ ചെയ്യണോ ഔട്ട്കം തരുന്നു, നമ്മൾ ചെയ്യണോ ഔട്ട്കം കിട്ടണമെന്ന് വരുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഔട്ട്കം കിട്ടാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് നമുക്ക് എനർജി കിട്ടില്ല, അതിന് മോട്ടിവേഷൻ കിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ. പക്ഷേ തോൽക്കുക എന്നുള്ളൊരു നോർമൽ തിങ് ആണ്. ഓക്കെ, ഇറ്റ്സ് എ കോമൺ തിങ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അത് മനസ്സിൽ വിചാരിക്കണം, ഈവൻ തിങ്സ് ആർ നോട്ട് ഹാപ്പനിങ്, യു ഷുഡ്, നമുക്ക് ട്രൈ ചെയ്യാൻ കഴിയണം, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് നമുക്ക് എപ്പോൾ അത് സംഭവിക്കുന്നു നമുക്ക് തന്നെ അറിയില്ല. ഓക്കെ, നമുക്ക് എപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുക ഔട്ട്കം നമ്മൾ എത്തിച്ചേരാൻ, അത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമില്ല. നമ്മുടെ കൺട്രോളിലുള്ളത് ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ മെജോറിറ്റി സിറ്റുവേഷനിൽ നമ്മൾ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, കാരണം 10 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് സക്സസ് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 9 പേര് തോൽക്കുക തന്നെ വേണം. 9 പേരിൽ ഒരാളായിട്ട് നമ്മളുണ്ടാവും. ഓക്കെ, ആ ഒരാൾ മാത്രമേ ജയിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരാളിലേക്ക് നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, നമ്മൾ ഒരുപാട് എഫേർട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾക്ക് അതിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുവരിക, നമ്മുടേതായ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഏതൊരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺ തിങ്.
ഉള്ള കോമൺ തിങ് ആണ്. ഓക്കെ, ആ വേറൊരു വ്യക്തി അതേ കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യേണ്ട, നമ്മൾ ട്രൈ ചെയ്യേണ്ട. ഓട്ടോമാറ്റിക് അയാളെ ബെറ്റർ ആയി ചെയ്യണമെങ്കിൽ ഓക്കെ, അയാൾ ജയിക്കാൻ നമ്മളെക്കാളും ബെറ്റർ യോഗ്യതയുള്ള വ്യക്തി അതാണ്. നമ്മൾ ഒരു യോഗ്യത ഇല്ലാതെ ജയിക്കണമെങ്കിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് ഒരു വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യണമെങ്കിൽ അയാൾ നമ്മളെക്കാൾ എലിജിബിൾ ആണെങ്കിൽ അയാൾ ജയിക്കട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു കാലത്ത് ആ എല്ലാ വ്യക്തികളെക്കാളും ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ ഞാനായിരിക്കണം എന്ന രീതിയിൽ ഞാൻ ഉള്ളിൽ വാശി കീപ്പ് ചെയ്യും. കാരണം നമ്മൾ ട്രൈ ചെയ്ത് നമ്മളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. കാരണം എൻ്റെ ഡേ ക്രിയേറ്റ് ചെയ്യപ്പെടണം. നമ്മളൊരു അതുവരെ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുവരെ നമ്മൾ തോറ്റുകൊണ്ടിരിക്കും. കാരണം പീപ്പിൾ ആർ ഡൂയിങ് ബെറ്റർ ദാൻ അസ്. നമ്മളെക്കാളും ബെറ്റർ പീപ്പിൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി യു ഹാവ് ടു അക്സെപ്റ്റ് യു ആർ എ ബെറ്റർ പേഴ്സൺ ആണെന്ന്. യു ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് അതർ പീപ്പിൾ ആർ ഡൂയിങ് വെൽ ദാൻ മീ. സോ ഒബ്വിയസ്ലി ദേ ഗോൺ ടു വിൻ, ഐ എം ഗോൺ ടു ലൂസ്. അപ്പോൾ പക്ഷേ ഒരു കാലത്ത് നമ്മളെ ബെറ്ററാക്കി കൊണ്ടുവന്ന് നമ്മളെ പുഷ് ചെയ്ത് നമ്മളെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തണം. ദെൻ യു വിൽ വിൻ. ഓക്കെ, കാരണം ഇറ്റ്സ് നോട്ട് എ ലക്ക്. യു ഹാവ് ടു പുട്ട് ലോട്ട് ഓഫ് എഫേർട്ട്. നമ്മൾ ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ തലപതി വിജയ് പറഞ്ഞ പോലെ നമുക്കാണ് ട്രെയിൻ വരണമെന്നാൽ കുറച്ച് നേരം വെയിറ്റ് പണിതാ ആവണം പറയുന്ന പോലെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ആ ഇതിൽ പോയിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ ടൈമിൽ നമ്മൾ ജയിക്കും, നമ്മുടേതല്ലാത്ത ടൈമിൽ നമ്മൾ ജയിക്കില്ല. പിന്നെ എല്ലാ സമയത്തും നമ്മൾ ജയിച്ചതിന് എന്താ അവസ്ഥ ഉള്ളത്? പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ? ഇപ്പം ഞാൻ നമ്മൾ ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും നമ്മുടെ ആഗ്രഹം ഇന്ത്യ ജയിക്കണം തന്നെയാണ്. പക്ഷേ എല്ലാ വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ എന്താ മാങ്ങ പറിക്കാൻ വരുവാണോ? അല്ലല്ലോ. എല്ലാ വ്യക്തികളും കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കുണ്ട് ഫാൻസ്, അവർക്കുണ്ട് അവരുടെ നാഷണലിലെ പീപ്പിൾ, അവരും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ടീം ജയിക്കണമെന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു വേൾഡ് കപ്പ് വരുന്ന സമയത്ത് ആ വേൾഡ് കപ്പിൽ ഒരു വ്യക്തിയെ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കളിച്ചിട്ടുള്ള ബാക്കി 15 ടീമിൻ്റെ ഫാൻസും ഡിസപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിലൊരു ടീം ഇന്ത്യ ജയിക്കും. പക്ഷേ നമ്മുടെ ടീം എപ്പോഴെങ്കിലും നന്നായി പ്രൂവ് ചെയ്യും, നമ്മുടെ ടീം എപ്പോഴെങ്കിലും കപ്പടിക്കുന്നുള്ള ഒരു ഫെയ്ത്തിൽ തന്നെയാണ് നമ്മൾ അടുത്ത വേൾഡ് കപ്പ് വരുമ്പോഴും കാണാൻ പോകുന്നത്. കാരണം എന്താ, ഇത്തവണ നമ്മൾ ജയിക്കുമായിരിക്കും എന്നൊരു ട്രസ്റ്റ്. ഓക്കെ, പക്ഷേ കഴിഞ്ഞ 4 വേൾഡ് കപ്പായിട്ട് ഇന്ത്യ കപ്പടിച്ചില്ല, ഇനി എന്തിനാണ് ഞാൻ കാണുന്നത് എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കരുത്. കാരണം തോൽക്കുക എന്നുള്ളത് മെജോറിറ്റി നിൽക്കുന്ന ഒരു കാര്യമാണ്, ജയിക്കുക എന്നുള്ളത് മൈനോറിറ്റിയാണ്. അതിന് 16 ടീം കളിച്ചതിന് ഒരു വ്യക്തിയെ കപ്പും കൊണ്ട് പോകണുള്ളൂ, ബാക്കി 15 പേരും ഫെയിലിയറാണ്. ഓക്കെ, അപ്പോൾ ഫെയിലിയർ എന്നൊരു മെജോറിറ്റി നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഫെയിലിയർ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അതൊരു മെജോറിറ്റി തിങ്ങാണ്, മൈനോറിറ്റിയാണ് സക്സസ് എന്ന്. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കഴിഞ്ഞ 4 വേൾഡ് കപ്പ് ഇന്ത്യ കഴിഞ്ഞ 10 വർഷമായിട്ട് യാതൊരുവിധ വേൾഡ് കപ്പോ ചാമ്പ്യൻസ് ട്രോഫിയോ അല്ലെങ്കിൽ എന്ത് ICC ടൂർണമെൻറ്റും ജയിച്ചിട്ടില്ല. അതിനർത്ഥം ഇന്ത്യ നന്നായി കളിക്കുന്നില്ല എന്നല്ല. സംഹോ അതർ പീപ്പിൾ ആർ ഔട്ട് ആർ പ്ലേയിങ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ടൈം വരും. ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് ആവാം, അടുത്ത വേൾഡ് കപ്പ് ആവാം, ടൈം വരട്ടെ. പക്ഷേ ഇന്ത്യൻ ടീം നന്നായി പരിശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടി, കപ്പടിക്കാൻ വേണ്ടിയിട്ട്, ആ മൈനോറിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്ത്യ മെജോറിറ്റിയിലാണ്, അതായത് 16 പേരിൽ 15 പേരിൽ ഒരാളായിട്ടാണ് ഇന്ത്യൻ ടീം നിൽക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഇന്ത്യ ആ ഒരാളായി മാറും, അതായത് കപ്പടിക്കുന്ന ടീമായിട്ട് മാറും. ആ സമയത്ത് സക്സസ്. അതായത് നമ്മുടെ മെജോറിറ്റിയും തോൽവിയായിരിക്കും. അപ്പോൾ തോൽവി നമ്മുടെ ശീലമാക്കി മാറ്റണം. ഓക്കെ, തോൽവി വരുമ്പോൾ നമുക്ക് അയ്യോ അതായത് ഒരു ഫെയിലിയറിനോട് ഒരിക്കലും ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകരുത്. കാരണം ഫെയിലിയർ എന്താ സംഭവിക്കും, അതായത് അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പറ്റുക? കാരണം എല്ലാവരും ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, എല്ലാവരും ബെറ്റർ ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓട്ടോമാറ്റിക്കലി അതിൽ ടോപ്പിൽ നിൽക്കുന്ന വ്യക്തികൾ ബെറ്റർ ആകും, ബാക്കിയുള്ളവർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ഒരു തോൽവി വരുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, അല്ലേ? നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ സന്തോഷത്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒന്നും എഫക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തോൽക്കുക എന്നുള്ളത് ഒരു കോമൺ തിങ് ആണ്. അത് മെജോറിറ്റി സിറ്റുവേഷനിൽ സംഭവിക്കും. ജയിക്കുക എന്നുള്ളത് ഒരു മൈനോറിറ്റി സിറ്റുവേഷനിൽ മാത്രം സംഭവിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം നമ്മുടെ ലൈഫിലെ നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ജീവിക്കുമ്പോൾ മെജോറിറ്റി സിറ്റുവേഷനിൽ നമ്മൾ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ തോൽവി നമുക്കൊരു മോശം അനുഭവമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ തുടങ്ങി നമ്മുടെ ലൈഫ് നമുക്ക് ബോറായിരിക്കും. ഓക്കെ, പക്ഷേ ഫെയിലിയറും എൻജോയ് ചെയ്യാനും ഫെയിലിയറിലുള്ള ആ ജേർണി നമ്മൾ എൻജോയ് ചെയ്യണം. ആ സമയത്തും ബെറ്ററായിട്ട് നമ്മൾ കാര്യം ചെയ്യാനും പറ്റുന്ന ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ലൈഫ് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ലൈഫ് ഭയങ്കര ഗ്രോത്തും ആയിരിക്കും. തോറ്റ് പൊളിഞ്ഞിരിക്കുമ്പോഴും ഹായ് സുഖം സൂപ്പർ എന്ന രീതിയിൽ ചിന്തിക്കാൻ നിന്നേനാ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഈസിയസ്റ്റ് തിങ്. കാരണം ഫെയിലിയർ വരുന്ന സമയത്ത് ഏറ്റവും അവിടുത്തെ പ്രശ്നം വരുന്നത് നമ്മൾ തോറ്റു എന്നതിനേക്കാളും നമ്മുടെ സോഷ്യൽ ജഡ്ജ്മെൻറ്റ് എന്നൊരു സാധനമുണ്ട്. ഫെയിലിയറിന് കൊടുക്കുന്ന ഒരു സോഷ്യൽ ജഡ്ജ്മെൻറ്റ് ഭയങ്കര മോശമാണ്. കാരണം പീപ്പിൾ ഗോയിങ് ടു എന്ന രീതിയിൽ, അതായത് ഒരു തോൽവി എന്നത് ഒരു നെഗറ്റീവ് തിങ് ആയിട്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ട്രീറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫെയിലിയർ നിൽക്കുന്ന വ്യക്തി അതെല്ലാം അനുഭവിക്കേണ്ടി വരും. ആക്ച്വലി അത് തോൽവി ഒരു മോശം അനുഭവമല്ല, പക്ഷേ അത് മറ്റുള്ളവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഫേസിൽ കൂടെ പോവുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയായി മാറും. കാരണം ആ ഒരു പ്രശ്നം മാത്രമേ അവിടെ വരാറുള്ളൂ. ആൻഡ് ഹൗ യു ആർ ഗോയിങ് ടു ഫേസ് ദ പീപ്പിൾ ആൻഡ് ഹൗ യു ആർ ഗോയിങ് ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ എന്നുള്ളത്. വൺസ് യു ആർ ലേൺ ടു ഹാൻഡിൽ ദാറ്റ് ദെൻ യു ബിക്കം ദ മാസ്റ്റർ ഓഫ് ദാറ്റ്. നമ്മളതിൽ മാസ്റ്ററായി മാറും, നമ്മൾ ബെറ്ററായി മാറും. നമ്മുടെ ടൈം വരും. ഓക്കെ, ടൈം വിൽ കം, അപ്ന ടൈം വിൽ കം പറയുന്ന പോലെ നമ്മുടെ ടൈം വരും. ആ സമയത്ത് എല്ലാം ഓപ്പോസിറ്റായി മാറും. ഓക്കെ,
ഫെയിലിയർ വരികയാണെങ്കിൽ പോലും കീപ് ട്രൈങ് അല്ലെങ്കിൽ ഫെയിലിയർ വരുന്നതാണ് ഡോണ്ട് ഗിവ് അപ്പ്. അപ്പോൾ നമ്മൾ തുടർ തോൽവികൾ കൊടുക്കണ്ടാവും, പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമുക്ക് എല്ലായ്പ്പോഴും ഇപ്പോൾ വിരാട് കോഹ്ലി ഇപ്പോൾ ഒരു കളി കാണുന്ന എല്ലാവരും വിരാട് കോഹ്ലി വന്ന് അപ്പം സെഞ്ചുറി അടിക്കാൻ എല്ലാവരും ആഗ്രഹമുണ്ട്. പക്ഷേ വിരാട് കോഹ്ലിക്ക് എല്ലാ കളിയും സെഞ്ചുറി അടിക്കാൻ പറ്റുമോ? നോൺ പ്രാക്ടിക്കൽ ആയിട്ടുള്ള തിങ്ങാണ്. അങ്ങനെ വിരാട് കോഹ്ലി എല്ലാ കളിയും സെഞ്ചുറി അടിക്കാന്നുണ്ടെങ്കിൽ ബാക്കി ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് എന്തിനു വേണ്ടി വരിക? ഓക്കെ, മുഹമ്മദ് അമീറും അല്ലെങ്കിൽ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസൊക്കെ അവരെന്തിനാണ് വരുന്നത്? അവരും സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവരും നല്ല ബൗളറാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ വിരാട് കോഹ്ലി എല്ലാ കളിയും സെഞ്ചുറി അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫെയിലിയർ ആകില്ലേ? ഓക്കെ, എല്ലാ വ്യക്തികൾക്കും സക്സസ് ഉണ്ടാവണം. എല്ലാ വ്യക്തികൾക്കും സംഭവിക്കുന്ന സമയത്ത് എന്താകും? മറ്റൊരാൾ തോറ്റു പോകും. അതൊരു കോമൺ തിങ് ആണ്. ഓക്കെ, പക്ഷേ ഏറ്റവും മികച്ചതായി പ്ലേ ചെയ്യുന്ന വ്യക്തികൾ എപ്പോഴും ടോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ദേ വിൽ കണ്ടിന്യൂ ടു ബി ഇൻ ദ ടോപ്പ്. അതുകൊണ്ടാണ് വിരാട് കോഹ്ലി എപ്പോഴും ടോപ്പിൽ ഉണ്ടാകുന്നത്. ഓക്കെ, കാരണം ഈ ട്രൈൻ ദാറ്റ് അത്രയും പരിശ്രമിക്കുന്നതുകൊണ്ടാണ് വിരാട് കോഹ്ലി എപ്പോഴും ടോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരു വ്യക്തി വരും, അയാൾ ഏറ്റവും ബെറ്റർ ആയി ചെയ്യുന്ന സമയത്ത് വിരാട് കോഹ്ലിയെ തൂക്കും. ഓക്കെ, ഒരു 4 കളി തുടരെ തോറ്റു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഇറ്റ്സ് ഓവർ, അടുത്ത വ്യക്തിക്ക് കൊടുക്കേണ്ടി വരും സക്സസ്. അപ്പോൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഫെയിലിയർ ജസ്റ്റ് എ കോമൺ തിങ് ആൻഡ് അക്സെപ്റ്റ് ഇറ്റ്.